ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിമതസേന സിറിയ പടയോട്ടം നടത്തുകയായിരുന്നു. ഇപ്പോൾ സിറിയ വീണിരിക്കുന്നു. ബാഷർ അൽ അസാദ് റഷ്യയിലേക്ക് പോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ റഷ്യയ്ക്കും ഇറാനും വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ തുർക്കിക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു മേൽക്കൈ സിറിയയിൽ ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇനി സിറിയ ഏത് അവസ്ഥയിലേക്ക് പോകുമെന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്? ഒരു സമാധാനം സംജാതമാകാനുള്ള സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നുണ്ടോ? ഇനി വർഷമായി 2011 മുതൽ 13 വർഷമായി തുടരുന്ന ആഭ്യന്തര കലഹം അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടത്. കൃത്യമായി പറഞ്ഞാൽ 2024 നവംബർ മാസം 27-ാം തീയതി മുതൽ 26-27 തീയതികൾക്കൊരു പ്രത്യേകതയുണ്ട്. ലെബനനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്ന ദിവസമാണ്. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ വന്നതിന് ശേഷം ആ നിമിഷം തന്നെ തിരഞ്ഞെടുക്കുന്നു, ആ അനുകൂല അന്തരീക്ഷം തിരഞ്ഞെടുത്ത് HTS, ആ ഒരു ഹയത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന സംഘടന, തീവ്ര സംഘടനയാണ്. അത് സംഘടനയ്ക്ക് ഒരു അൽ ഖൈദ ബന്ധമുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരു കാലത്ത് IS-ന്റെ ഒരു ഏജൻസിയായി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയുമാണ്. ആ സംഘടനയുടെ സമുന്നത നേതാവ് 44 വയസ്സുള്ള സംഘടന അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിൽ HTS ആണ് ഇപ്പോൾ അലപ്പോ നഗരം പിടിച്ച് അതിനുശേഷം ഹമ നഗരം പിടിക്കുകയും തെക്കോട്ട് യാത്ര ചെയ്ത് ഹോംസ് നഗരം പിടിച്ചെടുത്ത് അതിനും തെക്കുള്ള ബാഗ്ദാദ് നഗരം വളഞ്ഞ് അവസാനം കാര്യമായ രക്തച്ചൊരിച്ചിലൊന്നുമില്ലാതെ തന്നെ ബാഗ്ദാദിൽ ബാഷർ അൽ അസദിന്റെ ഔദ്യോഗിക സേന ആയുധം വെച്ച് കീഴടങ്ങുകയും വലിയ തോതിൽ ആ ഭാഗത്തു നിന്ന് ഇറാഖിലേക്ക് ഔദ്യോഗിക സേനയുടെ ഒരു ഭാഗമെങ്കിലും ഇറാഖിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. ഇപ്പൊ കാര്യമായ റെസിസ്റ്റൻസ് ഒന്നുമില്ലാതെ തന്നെയാണ് ഈ സംഘടന HTS എന്ന സംഘടന അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ HTS ഒറ്റക്കല്ല ഈ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. മിനിമം 6 സംഘടനകളെങ്കിലും ഗവൺമെന്റ് വിരുദ്ധ വിഭാഗങ്ങളുണ്ട്. 6 വ്യത്യസ്തമായ മിലിഷ്യകൾ, സായുധ സംഘങ്ങളുണ്ട്. അതിലൊന്ന് വടക്ക് തുർക്കിയുമായുള്ള അതിർത്തിയിൽ, ഈ സിറിയ തുർക്കി അതിർത്തിയിലുള്ള ചില പ്രദേശങ്ങളുടെ നിയന്ത്രണമുള്ള ടർക്കിഷ് ബാക്ഡ് റിബൽ സേനകളുണ്ട്. അവർ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും HTS-ന് പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. HTS-ന്റെ കയ്യിൽ കുറച്ച് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇദ്ലിബ് മേഖല പൂർണ്ണമായും HTS-ന്റെ കൈവശം തന്നെയാണ്. ആ മേഖല കേന്ദ്രീകരിച്ചാണ് വിമതരെ എല്ലാം കൂടി കോർത്തിണക്കി തെക്കോട്ട് യാത്ര ചെയ്ത് ദമാസ്കസ് നഗരം ഇപ്പോൾ പിടിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് 2 സൈനിക വിഭാഗങ്ങൾ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. തെക്ക് പ്രവർത്തിക്കുന്ന ഡ്രൂസുകളുടെ സൈനിക വിഭാഗമുണ്ട്. അവര് കേന്ദ്രീകരിച്ചിരിക്കുന്നത് സുവൈദ എന്ന് പറയുന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ച ഡ്രൂസുകളുണ്ട്. അവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക ടാൻഫ് പ്രവിശ്യയിൽ അമേരിക്കയുടെ ഒരു കോൺക്ലേവാണ്, അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇതിനേക്കാളൊക്കെ വലിയ സൈനിക വിഭാഗമാണ് കുർദുകളുടെ സൈനിക വിഭാഗം. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന കുർദുകളുടെ സൈനിക വിഭാഗം. കുർദുകളുടെ സൈനിക വിഭാഗം വളരെ വലിയ തോതിൽ ഏതാണ്ട് 1/3 പ്രദേശത്തോളം സിറിയയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തെ കുർദ് മേഖലയുടെ 1/3 പ്രദേശം കൈവശം വെച്ചിരിക്കുന്ന വിഭാഗമാണ്. അതുകൊണ്ട് ബാഷർ അൽ അസദിന്റെ ഔദ്യോഗിക സേനയുടെ കൈവശം അല്ലെങ്കിൽ റെജീമിന്റെ കൈവശം ഉണ്ടായിരുന്ന ഏതാണ്ട് 60% ടെറിട്ടറി, ആ ടെറിട്ടറിയാണ് ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാഷർ അൽ അസദ് റഷ്യയിൽ അഭയം തേടിയതായി റിപ്പോർട്ടുകളുണ്ട്. മോസ്കോയിൽ അദ്ദേഹം രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നു. ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ മോസ്കോയിൽ വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന് അഭയം കൊടുത്തു. അത് പ്രതീക്ഷിക്കപ്പെട്ട കാര്യമാണ്. ഒന്നുകിൽ ടെഹ്റാനിലേക്ക് പോകും, അല്ല എങ്കിൽ മോസ്കോയിലേക്ക് പോകും. ഇപ്പോൾ മോസ്കോയിലേക്ക് എത്തിയെന്നാണ് സ്ഥിരീകരിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് HTS ഉൾപ്പെടെയുള്ള ഒരു അലയൻസ്, ഒരു ഗ്രാൻഡ് അലയൻസ് ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിമിഷം സിറിയയുടെ നിയന്ത്രണം. അതായത് സിറിയൻ നാഷണൽ കോയലീഷൻ എന്ന് പറയുന്ന ഒരു വിശാല സഖ്യം. അതിന് ഒരു സ്പോക്സ്മാനും നേതാവും ഒക്കെ ഉണ്ട്. ഹാദി അൽ എന്ന് പറയുന്ന ആ ഒരു കോയലീഷന്റെ നേതാവ്. ആ കോയലീഷന്റെ ലീഡറിന് എത്രത്തോളം ആളുകളെ ഒരുമിച്ച് നിർത്താൻ കഴിയും, അതൊരു ചോദ്യം. 2, ഈ കോയലീഷൻ പാർട്ട്നേഴ്സ് പല താല്പര്യങ്ങളുള്ളവരാണ്.
അതിൽ സുന്നി തീവ്ര റാഡിക്കൽ സുന്നി വികാരമുള്ള ആളുകളുണ്ട്, തീവ്രവാദ പശ്ചാത്തലമുള്ളവരുണ്ട്, പക്ക ഡെമോക്രാറ്റിക് കാഴ്ചപ്പാടുള്ളവരുണ്ട്, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്, ടർക്കിയുടെ പിന്തുണയുള്ളവരുണ്ട്. ഇതെല്ലാം തന്നെ ഒരുമിച്ച് വരുന്നത് ഏതാണ്ട് അസംഭവ്യമായ കാര്യമാണ്. ഇപ്പോൾ ബാഷർ അൽ അസദ് എന്ന പൊതു ശത്രുവിനെതിരെ ഈ സഖ്യങ്ങളെല്ലാം ഒന്നിച്ചു വന്നു. പക്ഷേ ഇത് ചോദ്യം എന്ന് പറയുന്നത്, ഒരു ഏകാധിപതിയായിരുന്ന ബാഷർ അൽ അസദിന്റെ പതനത്തിന് ശേഷം വരാൻ പോകുന്നത് മതഭീകര ഒരു രാഷ്ട്രമായിരിക്കുമോ വരാൻ പോകുന്നത്? HTSന്റെ നേതാക്കളുടെ ഒരു മുൻ പാരമ്പര്യം വെച്ച് നോക്കിയാൽ അൽ ഖൈദ ബന്ധമുള്ള ഒരു സംഘടനയാണ്. പിന്നീട് അവർ ഘട്ടം ഘട്ടമായി ജനാധിപത്യത്തെ അംഗീകരിക്കുകയും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം വളരെ ഊഷ്മളമായി തുടരുമെന്ന് പറയുകയും ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക്, അലപ്പോയിലും ഡമാസ്കസിലും ഒക്കെയുള്ള ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടില്ല എന്ന പൊതുവേ ഉള്ള ഉറപ്പാണ്. അത് BBC CNN ഇന്റർവ്യൂകളിൽ ഇദ്ദേഹം അബു മുഹമ്മദ് അൽ ജലാനി അത് വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ഞങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല, മുൻകാലത്ത് ഞങ്ങളെടുത്ത തീവ്ര നിലപാടുകൾ പോലെ അല്ല ഇപ്പോൾ, ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. നോക്കൂ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു രീതിയിലും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലേക്കാണ് അവർ പോകുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം, ഒരിക്കൽ അധികാരം കൈവശം വന്നു കഴിഞ്ഞാൽ ഈ വിഭാഗം HTSും അതിന്റെ നേതാക്കളും തനി സ്വഭാവം കാണിക്കുമോ എന്നതാണ് വിഷയം. ഇപ്പോൾ ഇസ്രയേലിനും, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ടർക്കിക്കും ഒക്കെ സ്വീകാര്യമായ ഒരു ഭരണമാറ്റമാണ് എന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ബാഷർ അൽ അസദ് ഒരു തീവ്ര ഒരു ഇസ്ലാമിസ്റ്റ് ആയിരുന്നില്ല എന്നോർക്കണം. അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നു, അടിച്ചമർത്തി ഭരിച്ചു. തനിക്കെതിരെ വരുന്ന എല്ലാ ശക്തികളെയും തച്ചുടച്ച റഷ്യയുടെയും ഇറാന്റെയും സഹായത്തോടുകൂടി തനിക്കെതിരെയുള്ള എല്ലാ വിമത സംഘങ്ങളെയും തീർത്തും അടിച്ചമർത്തി ഭരിച്ചു. അത് ശരിയാണ്, വാർത്തക ഭരണകൂടമായിരുന്നു. പക്ഷെ അതിനുശേഷം വരുന്നത് ഒരു താലിബാൻ മോഡലിലുള്ള ഒരു ഭരണകൂടമാണെങ്കിൽ അതുമായി ഡീല് ചെയ്യാൻ ഇസ്രയേലിനും ടർക്കിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത് സങ്കീർണമായ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ഇപ്പോൾ. കാരണം ഇതിന്റെ രൂപം അറിയില്ല, നമുക്ക് ആർക്കും തന്നെ അറിയില്ല. HTS ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു ഗ്രാൻഡ് കൊയലീഷൻ എന്ന് പറയുന്നത്, അവർ പറയുന്നത് 1.5 വർഷത്തിനുള്ളിൽ പൂർണ്ണമായി ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കും. 1/2 വർഷത്തിനുള്ളിൽ, 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തും, ഒരു പുതിയ ഭരണഘടന ഉണ്ടാകും. ആ പുതിയ ഭരണഘടനയ്ക്ക് ഒരു സെക്യുലർ രൂപമുണ്ടാകും, എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണഘടനയായിരിക്കും എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് മുഖവിലേക്ക് എടുക്കാമെങ്കിൽ അത് ശുഭോദർക്കമായ കാര്യമാണ്. പക്ഷെ പുറമെ പറയുന്നതിനുപരിയായ അവിടെ ഗ്രൗണ്ട് ഷെൽ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വികാരങ്ങൾ അവിടെയുണ്ട്. ഒരു കാലത്ത് ISന്റെ കയ്യിലായിരുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്, അൽ ഖൈദ ബന്ധമുള്ള ആളുകളുണ്ട് അവിടെ. ആ ഒരു വാദഗതിക്കാണ്, റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വാദഗതിക്കാണ് മുൻതൂക്കം ലഭിക്കുന്നതെങ്കിൽ സിറിയ ഒരു ഭീകര രാഷ്ട്രത്തിന്റെ രീതിയിലേക്ക് മാറും. ഒരു അഫ്ഗാൻ മോഡൽ ഒരു ഭരണമാകും. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് അസദിന് ഒരു മൈൽഡ് മുഖമാണ് ഉണ്ടായിരുന്നത്. കാരണം ശത്രുക്കളെ അദ്ദേഹം കൈകാര്യം ചെയ്തു എന്ന് ശരിയാണ്, പക്ഷെ അദ്ദേഹം ഒരു മതമൗലികവാദ രാഷ്ട്രമല്ല. അദ്ദേഹത്തിന്റെ പാർട്ടി ബാത്ത് പാർട്ടിയാണ്. ബാത്ത് പാർട്ടി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. സദ്ദാം ഹുസൈന്റെ പാർട്ടിയും ബാത്ത് പാർട്ടി തന്നെയായിരുന്നു. അതുപോലെ ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഹോസ്നി മുബാറക്ക്, ലിബിയയിലെ കേണൽ ഗദ്ദാഫി, ഇവരൊക്കെ ഏകാധിപതികളായിരുന്നു. ഇവരൊക്കെ ഒരുതരം സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള റഷ്യൻ അനുകൂലമായ ബാത്ത് പാർട്ടി എന്ന സോഷ്യലിസ്റ്റ് പാർട്ടികളായിരുന്നു. ആ പാർട്ടിയുടെ നേതാക്കളായിട്ടാണ് ഭരണത്തിൽ വന്നത്. ഒരിക്കൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെ നിഷ്കാസനം ചെയ്യാൻ പറ്റാതെ വന്നു. അതുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി അവരെ എല്ലാം നിഷ്കാസനം ചെയ്തു. മുല്ലപ്പൂ വിപ്ലവം സംഭവിച്ചു 2011. മുല്ലപ്പൂ വിപ്ലവം ടുണീഷ്യയും അൾജീരിയയും ഈജിപ്തിലെയും എല്ലാം ഭരണകൂടങ്ങളെ കടപുഴക്കി എറിഞ്ഞു. പക്ഷേ സിറിയയിലേക്ക് എത്തിയപ്പോൾ ഡമാസ്കസിൽ റഷ്യയുടെയും ഇറാന്റെയും സഹായത്തോടുകൂടി ബാഷർ അൽ അസദ് പിടിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ പിതാവ് 1970കളിൽ തുടങ്ങിയ ആ ഒരു ഭരണം, പിതാവ് ഒരു 3 പതിറ്റാണ്ട്, ഇദ്ദേഹം ബാഷർ അൽ അസദ് 2000 ആണ്ട് മുതൽ 2024 വരെ 2.5 പതിറ്റാണ്ട് സിറിയയിൽ ദൃഢമായി ആ ഒരു കസേരയിൽ ഉറച്ചിരുന്നു. അദ്ദേഹം അപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിൽ സിറിയയുടെ എല്ലാ ഭാഗവും കൺട്രോൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഏത് രീതിയിലേക്കും സിറിയ തിരിയാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ.